നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി നോക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം. അപ്പോൾ ഞാൻ ഇന്നിപ്പം മൊത്തം 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ശർക്കര വേണം. 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചതും ചുക്കുപൊടിയും കൂടെ മിക്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. തേങ്ങയുടെ ഈർപ്പം വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു മാവ് റെഡിയാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ചേർക്കാം. ഞാൻ ഇന്നിപ്പോൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, കളറിന് വേണ്ടി ചേർത്തതാണ്. ഒരു ചെറിയ സ്പൂണിന് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ഒന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു മാവ് പരുവത്തിന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയ്ക്കൊക്കെ കലക്കുന്ന പോലെ തന്നെയാണ് കലക്കേണ്ടത്. പക്ഷെ അത്രയും ലൂസായിട്ട് കലക്കാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. നമ്മൾ മാവ് റെഡിയായി കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം മാവ് ഇരിക്കാനായിട്ട്. എനിക്കിപ്പോൾ ഞാൻ എടുത്ത ഗോതമ്പ് പൊടിയുടെ അളവിന് മൊത്തം ഒരു 2.5 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളം എക്സ്ട്രാ കൂടി വേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. പാനൊക്കെ നല്ല ചൂടായി വന്നപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് നന്നായിട്ട് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മാവിൻ്റെ മോൾ ഭാഗം ഒന്നും വെന്ത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് പകുതിക്ക് വെച്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പം നമ്മളിത് തീരെ മോൾ ഭാഗം ഡ്രൈ ആകുന്നതിന് മുമ്പ് മടക്കിയാലാണ് ഇത് നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടുക. അഥവാ ഇത് ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് സൈഡിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.